എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് FMCG ഇൻഡസ്ട്രിയെ പറ്റിയും FMCG സെയിൽസിനെ പറ്റിയാണ്. FMCG എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് വിളിക്കുന്ന കാറ്റഗറിയിലുള്ള ഉൽപ്പന്നങ്ങളുടെ സെയിൽസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 6 കാര്യങ്ങളെ പറ്റിയിട്ടാണ്. 6 ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് FMCG സെയിൽസ്. FMCG രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ പ്രൊഡക്റ്റ് പുഷ് ചെയ്ത് വിൽക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതിൻ്റെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു സിസ്റ്റം. ആ സ്ട്രക്ചേർഡ് സിസ്റ്റം ഉണ്ടെങ്കിലേ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഗ്രോത്തോ പ്രോഫിറ്റബിലിറ്റിയോ ഒരു ബ്രാൻഡ് പ്രസൻസോ അത്തരം ഉൽപ്പന്നങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഒരു വീട് കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നോ അതുപോലെ ഏകദേശം ശ്രദ്ധിക്കേണ്ട കുറേ ഏരിയകൾ FMCG പ്രൊഡക്റ്റിൻ്റെ സെയിൽസിലും ഉണ്ട്. എന്ന് നമുക്കൊന്ന് കണക്ട് ചെയ്ത് സംസാരിക്കാം. കാരണം ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഒരു ബിൽഡിങ്ങിന് ഉണ്ടാവണം, അതിൻ്റെ പില്ലേഴ്സ് ഉണ്ടാവണം, അല്ലെങ്കിൽ നല്ലൊരു സ്ട്രക്ചർ ഉണ്ടാവണം എന്ന് പറയില്ലേ, അതുപോലെ തന്നെയാണ് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് FMCG സെയിൽസ് എന്ന് പറയുന്നതും. കാരണം ഒന്നാമത്തെ കാര്യം, ഫൗണ്ടേഷന് തുല്യമാണ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്. കാരണം ഒരു ബിസിനസ്സിൻ്റെ അകത്ത് FMCG പ്രൊഡക്റ്റ് സെയിൽസ് ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എത്രത്തോളം സ്ട്രോങ് ആയിട്ടൊരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാക്കുന്നു എന്നുള്ളത്. എന്നാലേ പ്രൊഡക്റ്റ് കസ്റ്റമറിലേക്ക് റീച്ച് ചെയ്യുള്ളൂ. സാധാരണഗതിയിൽ നമ്മൾ GT ജനറൽ ട്രേഡ് എന്ന് പറയുന്ന ട്രഡീഷണൽ കിരാന സ്റ്റോറുകൾ, മോഡേൺ ട്രേഡ് എന്ന് വിളിക്കുന്ന സൂപ്പർ മാർക്കറ്റ്സ്, ഹൈപ്പർ മാർക്കറ്റ്സ്, അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് റീറ്റെയിൽ എന്ന് പറയുന്ന ഡിവിഷൻ, കോമേഴ്സ്, ഇന്ന് ഓൺലൈൻ മാർക്കറ്റ് പ്ലേസുകൾ നമ്മൾ കാണുന്ന ആമസോണും ഫ്ലിപ്കാർട്ടും ബ്ലിങ്കിറ്റും സെപ്റ്റോ ഒക്കെ പോലത്തെ പ്ലാറ്റ്ഫോമുകൾ, അല്ലെങ്കിൽ D2C ഡയറക്റ്റ് ടു കസ്റ്റമർ എന്നുള്ള രീതിയിൽ കമ്പനികളുടെ ഓൺ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാവും. അവർ സോഷ്യൽ കൊമേഴ്സ്, കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളൊക്കെ വഴി കസ്റ്റമറിലേക്ക് റീച്ച് ചെയ്യണ്ടാവും. ഇത്തരത്തിലുള്ള പല ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഈ ഒരു ചാനൽ വഴിയായിരിക്കും ആളുകളിലേക്ക് പ്രൊഡക്റ്റ് എത്തിക്കുന്നത്. അപ്പോൾ ആ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കാണ് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് അതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇവിടെ കീ ടു സക്സസ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു റൈറ്റ് മിക്സ് കണ്ടെത്തുക എന്നുള്ളതാണ്. റൈറ്റ് മിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഹൈബ്രിഡ് മോഡലായിരിക്കും, ഓൺലൈനും ഓഫ്ലൈനും ഒരുമിച്ച് സമന്വയിപ്പിച്ചൊക്കെ ആയിരിക്കും വർക്ക് ചെയ്യണത്. കസ്റ്റമറിലേക്ക് എത്ര സ്മാർട്ടായിട്ട് എത്താം, ഇതാണ് ഒന്നാമത്തെ കാര്യം. 2 SKU സെലക്ഷൻ ആൻഡ് പ്രൈസിങ്. അതാണ് ബ്രിക്സ് എന്ന് പറയാവുന്ന ഒരു കൺസ്ട്രക്ഷനിലെ ബ്രിക്കിന് തുല്യമാണ് SKU സെലക്ഷൻ. SKU എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റ്. നമ്മളിപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിനെ സംബന്ധിച്ച് ഹീറോ SKUകൾ ഏതാണ്, ഏറ്റവും ബെസ്റ്റ് സെല്ലറായിട്ടുള്ള ഏത് പ്രൊഡക്റ്റാണ്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് പ്രൊഡക്റ്റാണ്, ഏത് സൈസിലുള്ള പ്രൊഡക്റ്റാണ്, 100 ഗ്രാമിൻ്റെ ആണോ, 250 ഗ്രാമാണോ, 1/2 കിലോ, 1 കിലോ, പല ടൈപ്പ് പാക്കുകൾ ഉണ്ടാവും. ഏറ്റവും ഹീറോ SKU ആയിട്ടുള്ള പ്രൊഡക്റ്റ് കണ്ടെത്തുന്നു, ഹൈ മാർജിൻ SKU കണ്ടെത്തുന്നു, ഏറ്റവും പ്രീമിയം അല്ലെങ്കിൽ നിഷ് പ്രൊഡക്റ്റുകൾ, ഏറ്റവും പ്രോഫിറ്റബിലിറ്റി കൂട്ടാവുന്ന പ്രൊഡക്റ്റ് ഏതാണ്, എൻട്രി ലെവൽ SKU. ചില പ്രൊഡക്റ്റുകൾ ആളുകളിലേക്ക് ആദ്യം എത്തുക ചെറിയ സാഷേ പാക്കറ്റുകൾ ട്രയൽ ഉപയോഗിച്ച് നോക്കിയിട്ട് ആളുകൾക്ക് നല്ലതാണെന്ന് തോന്നിയായിരിക്കും വാങ്ങുന്നത്. അപ്പോൾ ഈ SKU ഡിഫൈൻ ചെയ്യുന്നത് ഒരു ബ്രിക്സിന് തുല്യമാണ്. കട്ട വെച്ച് കെട്ടിടം കെട്ടിപ്പൊക്കുന്ന പോലെയാണ്. അപ്പോൾ അവിടെ കീ ടു സക്സസ് എന്ന് പറയുന്നത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള SKU പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക, അതിനനുസരിച്ചുള്ള ഒരു സ്ട്രാറ്റജിക് MRP പ്രൈസിങ്, ട്രേഡ് പ്രൈസിങ്, കൺസ്യൂമറുടെ പ്രൊമോഷൻ, ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് SKU സെലക്ഷനും പ്രൈസിങ്ങും നടത്തുക. മൂന്നാമത്തെ കാര്യം, സെയിൽസ് ടീം ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്നേഴ്സ്. ഇതാണ് കെട്ടിടത്തിൻ്റെ പില്ലറുകൾ. പില്ലർ എന്ന് പറയുമ്പോൾ നമ്മുടെ സെയിൽസ് ടീം എത്രത്തോളം സ്ട്രോങ് ആണ്, നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അത് ബാക്ക് ബോൺ ഓഫ് FMCG സെയിൽസ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. കാരണം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എങ്ങനെയുള്ളവരായിരിക്കണം, ഇൻവെൻട്രിയിലും ലോജിസ്റ്റിക്സിലും നമ്മുടെ പേയ്മെൻറ്റ് സംവിധാനത്തിലും ഒക്കെ സൂപ്പറായിട്ടുള്ള ഇൻവെസ്റ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഡിസ്ട്രിബ്യൂട്ടറെ കിട്ടുക, നല്ല നെറ്റ്വർക്കുള്ള ഡിസ്ട്രിബ്യൂട്ടറെ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സ്ട്രെങ്ത്ത്. അതുപോലെ തന്നെ സെയിൽസ് ഓഫീസർമാർ, നമുക്ക് നമ്മുടെ സ്ഥാപനത്തെ പുതിയ കണക്ഷൻസും റിലേഷൻഷിപ്പും ഒക്കെ വഴി മാർക്കറ്റിലൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല സെയിൽസ് ഓഫീസേഴ്സ്, മെർച്ചൻഡൈസേഴ്സ്, നമുക്ക് നല്ല രീതിയിൽ ഷെൽഫിൽ നമ്മുടെ പ്രൊഡക്റ്റ് എത്തിക്കുക, ഷോപ്പുകളിൽ നന്നായി ഡിസ്പ്ലേ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ടീം മെമ്പേഴ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കീ ടു സക്സസ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അവരെ റെഗുലറായി ട്രെയിൻ ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക, കറക്റ്റായിട്ടുള്ള കീ റിസൾട്ട് ഏരിയകൾ കൊടുത്ത് അതിൽ പെർഫോം ചെയ്യിക്കുക, ഇൻസെൻറ്റീവൈസ് ചെയ്യുക. ഈ ടീമായിരിക്കും നമ്മുടെ പില്ലേഴ്സ്. നാലാമത്തെ കാര്യം, റീറ്റെയിൽ എക്സിക്യൂഷൻ ആൻഡ് വിസിബിലിറ്റി. ഇതാണ് ദ വാൾ. ചുമര് പോലെയാണ്, ബിൽഡിങ്ങിൻ്റെ ചുമര് പോലെയാണ് നമ്മുടെ വിസിബിലിറ്റി. ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എത്ര നല്ല പ്രൊഡക്റ്റ് ഉണ്ടായാലും പ്രൊഡക്റ്റ് വിസിബിൾ ആയാലേ കാര്യമുള്ളൂ, അവൈലബിൾ ആയാലേ കാര്യമുള്ളൂ. അവൈലബിലിറ്റി ഇസ് ദ ന്യൂ അഡ്വർടൈസിംഗ് എന്നാണ്. പ്രൊഡക്റ്റ് അവൈലബിലിറ്റി ഉറപ്പുവരുത്തുക. ഷോപ്പുകളിൽ നമ്മുടെ പ്രൊഡക്റ്റ് ഇരിക്കുമ്പോൾ ഐ ലെവൽ ഇസ് ദ ബൈ ലെവൽ എന്ന് പറയുമല്ലോ, അവിടെ കാഴ്ചയ്ക്കും ഭംഗിയുള്ള രൂപത്തിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുക. പോയിൻ്റ് ഓഫ് സെയിൽസ് മെറ്റീരിയലുകളെല്ലാം നന്നായിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഷെൽഫിൽ നിന്ന് അതിൽ വേണ്ട ലേബലിംഗ് ആയിരിക്കും, ഡാംഗ്ലേഴ്സ് ആയിരിക്കും, പ്രൊഡക്റ്റ് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്ന സ്റ്റാൻഡുകളായിരിക്കും, അതൊക്കെ നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്യുക. പ്രൊമോഷൻസ് ആൻഡ് സ്കീംസ് ഉണ്ടെങ്കിൽ അത് സ്മാർട്ടായിട്ടുള്ള ഡിസ്കൗണ്ടിങ്ങും ബണ്ടിൽ ഓഫറുകളൊക്കെ കൊണ്ടുവന്ന് ഭംഗിയായിട്ട് ആളുകളിലേക്ക് എത്തിക്കുക. അപ്പോൾ ഈ ചുമരിന് ഏറ്റവും വലിയ സക്സസ് ഉണ്ടാക്കുന്ന കാര്യം എന്ന് പറയുന്നത് അവിടെ ഇടയ്ക്ക് ഷോപ്പുകളിൽ നമ്മൾ മിസ്റ്ററി ഓഡിറ്റുകൾ നടത്തണം. അതുപോലെ ഡാറ്റ ഡ്രിവൺ ആയിട്ടുള്ള മെർച്ചൻഡൈസിങ്, ഏത് പ്രൊഡക്റ്റ് മൂവ് ചെയ്യണം, എവിടെ വെക്കുമ്പോഴാണ് പ്രൊഡക്റ്റ് മൂവ് ചെയ്യണം, ഇത്തരം കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാൻ നോക്കുക. അഞ്ചാമത്തെ കാര്യം, ഡിമാൻഡ് ജനറേഷൻ ആൻഡ് കൺസ്യൂമർ പുൾ.
എന്ന് പറയുന്നതാണ് റൂഫ്. നമ്മുടെ മേളിലെ റൂഫ് കൺസ്ട്രക്ഷന് തുല്യമാണ്. ഡിമാൻഡ് ജനറേഷൻ ആൻഡ് കൺസ്യൂമർ പുൾ. ഇവിടെയാണ് അഡ്വർടൈസിങ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇൻ സ്റ്റോർ സാമ്പിളിംഗ്, ആക്ടിവേഷൻ പ്രോഗ്രാമുകൾ, ട്രേഡ് പ്രൊമോഷൻസ് മുതലായ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇന്ന് ഹൈബ്രിഡ് ആയിട്ടുള്ള അഡ്വർടൈസിങ് മോഡലുകളായിരിക്കും പലരും ചെയ്യുന്നത്. ചിലപ്പോൾ ടി വിയിലുണ്ടാവും, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഇൻഫ്ലുവൻസർ ക്യാമ്പയിൻ, അതുപോലെ ട്രയലുകൾ കൊടുക്കുന്ന വീക്കെൻഡുകളിലൊക്കെ നല്ല കസ്റ്റമർ വരുന്ന സമയത്ത് ആളുകൾക്ക് ട്രയൽ കൊടുത്ത് പർച്ചേസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, ട്രേഡ് പ്രൊമോഷൻസായിട്ട് നമ്മുടെ സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർക്കും റീറ്റെയിലർക്കും ഒക്കെ ഇൻസെൻറ്റീവ്സ്, ലോയൽറ്റി പ്രോഗ്രാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു ബാലൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവിടെ കീ ടു സക്സസ്. ബാലൻസിങ്, പുഷ് ആൻഡ് പുൾ. ഈ സെയിൽസ് ടീമിൻ്റെ എഫേർട്ടും കസ്റ്റമറുടെ ഡിമാൻഡും ഒരുമിച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുന്നതാണ് ഇവിടെ വിജയം. ആൻഡ് ഫൈനലി ഡാറ്റ ആൻഡ് അനലറ്റിക്സ്. ഇതാണ് ഇലക്ട്രിക്കൽ വയറിങ്. ഒരു കൺസ്ട്രക്ഷൻ്റെ ഇലക്ട്രിക്കൽ വയറിങ് പോലെയാണ് FMCG സെയിൽസിൽ ഡാറ്റ ആൻഡ് അനലറ്റിക്സ് എന്ന് പറയുന്നത്. ഒരു സെയിൽസ് പ്ലാനും പ്രോപ്പർ ട്രാക്കിംഗ് ഇല്ലാതെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. പ്രൈമറി സെയിൽ, സെക്കൻഡറി സെയിൽ, ടെറിഷറി സെയിലൊക്കെ അങ്ങനെ മാപ്പ് ചെയ്യണം. പ്രൈമറി എന്ന് പറയുമ്പോൾ കമ്പനിയിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ടറിലേക്ക്, സെക്കൻഡറി എന്ന് പറയുമ്പോൾ ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്ന് റീറ്റെയിലറിലേക്ക്, ടെറിഷറി എന്ന് പറയുമ്പോൾ റീറ്റെയിലറിൽ നിന്ന് കൺസ്യൂമറിലേക്ക്. ഇവിടെയൊക്കെ സ്മാർട്ടായിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്യുക. ഇന്ന് പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതൊക്കെ വഴി പ്രോപ്പർ ട്രാക്കിംഗ് ചെയ്ത് ഡാറ്റ അനലൈസ് ചെയ്ത് കസ്റ്റമറെ റാങ്ക് ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. ചുരുക്കി പറഞ്ഞാൽ ഒരു FMCG ബിസിനസ് എന്ന് പറയുമ്പോൾ ശരിക്കൊരു ഈ പറയുന്ന 6 ബിൽഡിംഗ് ബ്ലോക്സും ഈക്വലി ഇമ്പോർട്ടൻ്റ്. ഏതെങ്കിലും ഒരു ബ്ലോക്ക് മോശമായി കഴിഞ്ഞാൽ സ്ട്രക്ചർ വീക്കായി പോകും. അപ്പോൾ നല്ല ബ്രാൻഡുകൾ ചെയ്യുന്ന കാര്യം ഇതെല്ലാം വളരെ സ്കെയിലബിളും പ്രോഫിറ്റബിളും ആയിട്ടുള്ള സിസ്റ്റംസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ത്രൂ ആദ്യം പറഞ്ഞ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഫൗണ്ടേഷൻ, SKU സെലക്ഷൻ ആൻഡ് പ്രൈസിങ് അതിൻ്റെ ബ്രിക്സ് ആണ്, സെയിൽസ് ടീം ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്നേഴ്സ് പില്ലേഴ്സാണ്, റീറ്റെയിൽ എക്സിക്യൂഷൻ ആൻഡ് വിസിബിലിറ്റി എന്ന് പറയുന്നത് വാൾസ് ആണ്, ഡിമാൻഡ് ജനറേഷൻ ആൻഡ് കൺസ്യൂമർ പുൾ എന്ന് പറയുന്നത് റൂഫാണ്, ആൻഡ് ഫൈനലി ഡാറ്റ ആൻഡ് അനലിറ്റിക്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ വയറിംഗ് ആണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൊണ്ടുപോകുന്നതുകൊണ്ട് സ്ട്രോങ് ഫൗണ്ടേഷൻ, സ്ട്രോങ് ടീമൊക്കെ ആയിട്ട് അതിശക്തമായിട്ട് മുന്നോട്ട് പോവുക. താങ്ക് യു.